നമസ്കാരം. സി ന്യൂസ് ലൈവ് വത്തിക്കാൻ നോട്ടീസിലേക്ക് സ്വാഗതം. ഞാൻ സിസിലി ജോൺ. കഴിഞ്ഞയാഴ്ചത്തെ പ്രധാന വത്തിക്കാൻ വാർത്തകൾ. മാന്യമായ വസ്ത്രം ധരിക്കുക, ടാറ്റു പാടില്ല. വത്തിക്കാനിലെ ജീവനക്കാർക്ക് മാർപ്പാപ്പായുടെ നിർദ്ദേശം. ലോകത്ത് ജനാധിപത്യം ക്ഷീണാവസ്ഥയിൽ, ജനാധിപത്യത്തിന്റെ കാര്യത്തിലുള്ള നിസ്സംഗത അർബുദം പോലെ ആശങ്ക അറിയിച്ച് മാർപ്പാപ്പ. ഈ വർഷത്തെ ആദ്യ അന്താരാഷ്ട്ര പര്യടനത്തിനൊരുങ്ങി മാർപ്പാപ്പ. വിശദാംശങ്ങൾ പുറത്തുവിട്ട് വത്തിക്കാൻ. രോഗി ലേപനം മരണാസന്നരായവർക്ക് മാത്രമുള്ള കൂദാശയല്ല ഓർമ്മപ്പെടുത്തലുമായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജൂലൈ മാസത്തെ പ്രാർത്ഥനാ നിയോഗം. മനുഷ്യജീവനെ തരം താഴ്ത്തുന്ന സാഹചര്യങ്ങൾക്ക് നേരെ ധാർമ്മിക രോഷമുള്ളവരായിരിക്കുക, തിരസ്കരിക്കപ്പെട്ടാലും ദൗത്യ നിർവഹണത്തിൽ വിശ്വസ്തരായിരിക്കുക. മാർപ്പാപ്പയുടെ ശക്തമായ ഞായറാഴ്ച സന്ദേശം. ഇനി വാർത്തകൾ വിശദമായി. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനും ഉത്തരവാദിത്തമുള്ള സെന്റ് പീറ്റർ ഫാബ്രിക്കിലെ ജീവനക്കാർക്ക് പുതിയ നിർദ്ദേശങ്ങൾ നൽകി മാർപ്പാപ്പ. മാന്യവും അനുയോജ്യവുമായ വസ്ത്രം ധരിക്കണമെന്നും ദൃശ്യമായ ടാറ്റുകളോ മറ്റും ശരീരത്ത് പാടില്ലെന്നും പാപ്പ പറഞ്ഞു. ജീവനക്കാർ കത്തോലിക്ക വിശ്വാസം ഏറ്റുപറയണമെന്നും നിർദ്ദേശമുണ്ട്. വത്തിക്കാൻ ബസിലിക്കയുടെ പ്രവേശനം, നിരീക്ഷണം, ശുചീകരണം, അറ്റകുറ്റപ്പണികൾ എന്നിവയുടെ ചുമതലയുള്ള സാമ്പിട്രീനി എന്ന് വിളിക്കപ്പെടുന്നവർ ഉൾപ്പെടെ എല്ലാ ജീവനക്കാരും ഇത് അനുസരിക്കണമെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ ഓഫീസ് പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. ത്വക്കിൽ ദൃശ്യമാകുന്ന ടാറ്റുകളും മറ്റും വിലക്കിയിട്ടുണ്ട്. ജീവനക്കാർ ചെയ്യാൻ പോകുന്ന പ്രവർത്തനത്തിന് അനുയോജ്യമായ മാന്യമായ വസ്ത്രം ധരിക്കണം. കത്തോലിക്ക വിശ്വാസം ഏറ്റുപറയുകയും അതിന്റെ തത്വങ്ങൾക്കനുസൃതമായി ജീവിക്കുകയും ചെയ്യണം. ജീവനക്കാർ കാനോനിക വിവാഹ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സഭയിൽ വിവാഹിതരാണെന്ന് തെളിയിക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ്. അവർ മാമോദിസ സ്വീകരിച്ചവരും സ്ഥിരീകരണ സർട്ടിഫിക്കറ്റ് നൽകുകയും അവർക്ക് ക്രിമിനൽ റെക്കോർഡ് ഇല്ലെന്ന് തെളിയിക്കുകയും വേണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. ലോകത്ത് ജനാധിപത്യം ക്ഷീണാവസ്ഥയിലാണെന്നും ഒരു വിഭാഗം ജനങ്ങളുടെ താൽപര്യം മുൻനിർത്തിയുള്ള പ്രവർത്തനം രാഷ്ട്രീയക്കാർ അവസാനിപ്പിക്കണമെന്നും മാർപ്പാപ്പ. പകരം കരുത്തുള്ള സമൂഹങ്ങൾ കെട്ടിപ്പടുക്കാനും വോട്ടർമാരുടെ നിസ്സംഗത മറികടക്കാനും വഴി കണ്ടെത്തണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. ഇന്നത്തെ ലോകത്തിൽ ജനാധിപത്യം ക്ഷീണാവസ്ഥയിലാണ്. ഒരു രാജ്യത്തിന്റെയും പേരെടുത്തു പറയാതെയാണ് പാപ്പ ഇത് പറഞ്ഞത്. ചില പ്രത്യയ ശാസ്ത്രങ്ങൾ വഴിതെറ്റിക്കുമെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും പാപ്പ മുന്നറിയിപ്പ് നൽകി. ജനാധിപത്യ മൂല്യങ്ങളുടെ പ്രാധാന്യം കുട്ടികളെ പഠിപ്പിക്കണം. ജനാധിപത്യത്തിന്റെ കാര്യത്തിലുള്ള നിസ്സംഗതയും നിസ്സഹകരണവും അർബുദം പോലെയാണെന്നും പാപ്പ പറഞ്ഞു. വോട്ട് ചെയ്ത ചെറിയ ആളുകളുടെ എണ്ണത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. എല്ലാവർക്കും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം. വ്യക്തി കേന്ദ്രീകൃത ജനാധിപത്യത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ ധ്രുവീകരണത്തെ ചെറുക്കണമെന്നും കത്തോലിക്കർ പൊതു ഇടങ്ങളിൽ തങ്ങളുടെ വിശ്വാസം പങ്കിടണമെന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. പൊതുസംവാദങ്ങളിൽ നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള ധൈര്യം കത്തോലിക്കർക്ക് ഉണ്ടായിരിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇറ്റാലിയൻ നഗരമായ ട്രിയസ്റ്റയിൽ കത്തോലിക്ക സഭ സംഘടിപ്പിച്ച വാർഷിക പരിപാടിയായ കത്തോലിക്കരുടെ 50ാമത് സാമൂഹിക വാരത്തിന്റെ സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പാപ്പ. 1200ഓളം പേർ പങ്കെടുത്ത യോഗത്തിന്റെ ഈ വർഷത്തെ പ്രമേയം ജനാധിപത്യം എന്നുള്ളതായിരുന്നു. ഏഷ്യ, ഓഷ്യാനിയ എന്നിവിടങ്ങളിലേക്ക് അന്താരാഷ്ട്ര യാത്രയ്ക്കൊരുങ്ങി ഫ്രാൻസിസ് പാപ്പ. സെപ്റ്റംബർ 2 മുതൽ 13 വരെ നടക്കുന്ന സന്ദർശനത്തിൽ ഇന്തോനേഷ്യ, പപ്പുവ ന്യൂഗിനിയ, ഈസ്റ്റ് തിമോർ, സിംഗപ്പൂർ എന്നീ 4 രാജ്യങ്ങൾ മാർപ്പാപ്പ സന്ദർശിക്കും. 12 ദിവസമാണ് 87കാരനായ പാപ്പയുടെ യാത്ര. അപ്പസ്തോലിക യാത്രയുടെ വിശദാംശങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടു. പാപ്പയുടെ തെക്ക് കിഴക്കൻ ഏഷ്യൻ പര്യടനത്തിലെ ആദ്യ സന്ദർശന സ്ഥലം ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമായ ഇന്തോനേഷ്യയാണ്. അവിടെ അദ്ദേഹം ജക്കാർത്തയിലെ ഇസ്തിഖാൽ മസ്ജിദിൽ സർവ്വമത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ജക്കാർത്തയിലെ കത്തീഡ്രൽ ഓഫ് അവർ ലേഡി ഓഫ് അസംഷൻ സന്ദർശിക്കുന്ന മാർപ്പാപ്പ ബിഷപ്പുമാർ, വൈദികർ, സന്യാസിനിമാർ, സെമിനാരിക്കാർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. സെപ്റ്റംബർ 7 പാപ്പുവ ന്യൂഗിനിയയിലെ തന്റെ ആദ്യ സന്ദർശന ദിനത്തിൽ തെരുവ് കുട്ടികളെയും വികലാംഗരെയും പരിപാലിക്കുന്ന സ്ഥാപനവും പാപ്പ സന്ദർശിക്കും. ഞായറാഴ്ച തലസ്ഥാനമായ പോർട്ട് മൊറസ്ബിയിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയിൽ കാർമ്മികത്വം വഹിക്കും. പാപ്പുവ ന്യൂഗിനിയുടെ പ്രധാനമന്ത്രി ജെയിംസ് മറാപ്പയുമായി കൂടിക്കാഴ്ച നടത്തും. 97% കത്തോലിക്കർ അധിവസിക്കുന്ന ചെറിയ രാജ്യമായ ഈസ്റ്റ് തിമോറിലേക്ക് മാർപ്പാപ്പ സെപ്റ്റംബർ 9 യാത്ര ചെയ്യും. റോമിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് പാപ്പ അവസാനം സന്ദർശിക്കുന്നത് സിംഗപ്പൂരാണ്. ഏഷ്യയിലെ തന്റെ അവസാന ദിനത്തിൽ സിംഗപ്പൂരിലെ കാത്തലിക് ജൂനിയർ കോളേജിൽ യുവജനങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പ അധ്യക്ഷത വഹിക്കുകയും പ്രായമായ ആളുകളെ സന്ദർശിക്കുകയും ചെയ്യും. രോഗിലേപനം മരണാസന്നരായവർക്ക് മാത്രമുള്ള കൂദാശയല്ലെന്ന് ഓർമ്മപ്പെടുത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജൂലൈ മാസത്തെ പ്രാർത്ഥനാ നിയോഗം. രോഗികൾക്കായുള്ള ജപാലന ശുശ്രൂഷയുമായി ബന്ധപ്പെടുത്തിയാണ് ഈ മാസത്തെ പാപ്പായുടെ പ്രാർത്ഥനാ നിയോഗം. രോഗിലേപനം മരണാസന്നരായവർക്ക് മാത്രമുള്ള കൂദാശയല്ല,
രോഗിലേപന കൂദാശ പരികർമ്മത്തിനായി പുരോഹിതൻ ഒരു വ്യക്തിയെ സമീപിക്കുന്നത് ആ വ്യക്തിയെ ജീവിതത്തോട് വിട പറയാൻ സഹായിക്കാനാണെന്ന് ചിന്തിച്ചാൽ അതിനർത്ഥം എല്ലാ പ്രതീക്ഷകളും വെടിയുക എന്നാണ്. രോഗിലേപനം സൗഖ്യദായക കൂദാശകളിൽ ഒന്നാണെന്നും അത് ആത്മാവിനെ സുഖപ്പെടുത്തുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഒരാൾ രോഗിയാണെങ്കിൽ അയാൾക്ക് രോഗിലേപനം നൽകുന്നതും പ്രായാധികത്തിലെത്തിയ വ്യക്തി ഈ കൂദാശ സ്വീകരിക്കുന്നതും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. അത് സ്വീകരിക്കുന്നവർക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും കർത്താവിന് ശക്തി ലഭിക്കാനും കാരുണ്യത്തിന്റെയും പ്രത്യാശയുടെയും ദൃശ്യ അടയാളമായി മാറാനും വേണ്ടി പ്രാർത്ഥിക്കാൻ സഭ തന്നെ ക്ഷണിക്കുകയാണെന്നും മാർപ്പാപ്പ പറഞ്ഞു. ഇനി മാർപ്പാപ്പയുടെ ഞായറാഴ്ച സന്ദേശം. മനുഷ്യജീവനെ തരം താഴ്ത്തുന്നതും മുറിപ്പെടുത്തുന്നതും ഹനിക്കുന്നതുമായ എല്ലാ സാഹചര്യങ്ങൾക്കും നേരെ നാം ധാർമ്മിക രോഷമുള്ളവരായിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തലുമായി മാർപ്പാപ്പയുടെ ഞായറാഴ്ച സന്ദേശം. സുവിശേഷത്തിലെ പ്രവാചക ധീരത വാക്കുകളെക്കാൾ ഉപരി നാം നടത്തുന്ന തെരഞ്ഞെടുപ്പുകളിലൂടെ നമ്മിൽ മാംസം ധരിക്കണം. തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തുവെങ്കിലും യേശു തന്റെ ദൗത്യത്തോട് വിശ്വസ്തനായിരുന്നു. അതുപോലെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവരാജ്യത്തിന് സാക്ഷികളാകാനും പ്രവാചകരാകാനും ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ബലവാനും സർവശക്തനുമായ ഒരു ദൈവത്തെ മനസ്സിലാക്കുക എളുപ്പമാണ്. എന്നാൽ കുരിശുമരണത്തോളം തന്നെ തന്നെ താഴ്ത്തിയ ഒരു ദൈവത്തെ മനസ്സിലാക്കുക എന്നത് ഒരു വെല്ലുവിളിയാണെന്ന് പാപ്പ പറഞ്ഞു. വിശ്വാസ ജീവിതത്തിലെ ഈ ഇടർച്ച ഇന്നിന്റെ ആവശ്യമാണ്. അത് പ്രത്യാശയുടെ പുളിമാവും ഒരു പുതിയ ലോകത്തിന്റെ വിത്തുമായി പരിണമിക്കും. പിതാവായ ദൈവത്താൽ നാം എല്ലാവരും സ്നേഹിക്കപ്പെടുന്നതിനാൽ ഒരുമയോടെ പ്രവർത്തിക്കാനും സഹോദരി സഹോദരന്മാരായി ജീവിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ സന്ദേശം അവസാനിപ്പിച്ചു. 50ാമത് ഇറ്റാലിയൻ കത്തോലിക്ക സാമൂഹ്യ വാരത്തിന്റെ സമാപനം കുറിച്ച് ഇറ്റലിയിലെ ത്രിയേസ്തെ നഗരത്തിൽ ഞായറാഴ്ച ദിവ്യബലി മധ്യേ വചന സന്ദേശം നൽകുകയായിരുന്നു മാർപ്പാപ്പ. ഇതോടുകൂടി ഇന്നത്തെ വത്തിക്കാൻ നോട്ടീസ് ഇവിടെ അവസാനിക്കുന്നു. വത്തിക്കാൻ നോട്ടീസ് വീണ്ടും അടുത്തയാഴ്ച.